ഷഅബാൻ എന്ന് പറയുന്ന മാസത്തെ മഹാത്മാക്കൾ ഉപയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയെ സമ്പാദിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഷഅബാൻ മാസം നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ലഭിക്കുന്നത്? പ്രധാനമായി അതിൽ നമുക്ക് 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ലഭിക്കും എന്നുള്ളതാണ്. ഒന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ലഭിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇഹ്യാ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. പരമാവധി സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മഹാനായ ഷഅറാനി ഇമാം പറയുന്നുണ്ട്, സുന്നത്തുകളെല്ലാം നിസ്സാരമാക്കപ്പെടുന്ന ഒരു കാലത്ത് സുന്നത്തെടുക്കാനുള്ള മനസ്സ് നിനക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത പ്രതിഫലമാണ് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇന്ന് സുന്നത്തുകളൊക്കെ നിസ്സാരമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് നമ്മളാൽ കഴിയുന്ന സുന്നത്തുകൾ എടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന് വലിയ പ്രതിഫലം ഉണ്ടാകും എന്നാണ്. മഹാനായ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലേ, മഹാനവറുടെ പേരല്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല മുത്തബിഉ സുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്തെടുത്ത് ജീവിച്ച മനുഷ്യനാണ്. ഏതുവരെ എന്നറിയോ? ഒരിക്കലൊരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോവാ. ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് തല ഒന്നാണ് വെട്ടിച്ചു മാറ്റി. അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ചു, അങ്ങെന്തിനാ തല വെട്ടിച്ചു മാറ്റണേ? അപ്പോൾ മഹാനവറുകളുടെ മറുപടി എന്താ? ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഈ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഈ വഴിയിൽ ഒരു മരക്കൊമ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വഴിയിലേക്ക് ഇങ്ങനെ നിന്നിരുന്നു. അപ്പോൾ ഈ മരത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ എന്ത് ചെയ്തിരുന്നു? തല ഒന്നങ്ങോട്ട് വെട്ടിച്ചിരുന്നു. ഇപ്പം ആ സ്ഥലത്ത് ആ മരക്കൊമ്പുണ്ടോ? ഇല്ല. പക്ഷെ മഹാനവറുകൾ ആ സ്ഥലത്ത് പോയപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല വെട്ടിച്ചല്ലോ, അതുകൊണ്ട് ഞാനും തല വെട്ടിച്ചു. സുന്നത്ത്, പരമാവധി ജീവിതത്തിൽ സുന്നത്തുകൾ എടുക്കുക. അതുകൊണ്ടാണ് മുത്തബിഉ സുന്ന എന്നുള്ള പേര് തന്നെ മഹാനവറുകൾക്ക് ലഭിച്ചത് എന്നാണ്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ സുന്നത്ത് എടുത്തുകൊണ്ട് ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 1-2 സുന്നത്തുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറങ്ങുന്ന സമയത്ത് വുളൂ ചെയ്യുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അത് ചെയ്യുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് വുളൂ ചെയ്ത് കടന്നിട്ട് എന്താ കാര്യം? ഭാര്യയെ തൊടുന്ന സമയത്ത് വുളൂ മുറിയൂലേ എന്ന് ചിന്തിക്കണ്ട. അത് ചിന്തിക്കൽ നമ്മുടെ പണിയുമല്ല. നമ്മളോട് പറഞ്ഞത് ഉറങ്ങുന്ന നേരത്ത് വുളൂ ചെയ്യാനാ. ഇശാ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത വുളൂഉം ഉറങ്ങുക എന്നുള്ളതുമല്ല. അങ്ങനെ ഇശാ നിസ്കരിച്ച വുളൂ ഉണ്ടെങ്കിൽ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു വുളൂ റസൂൽ എടുത്തിട്ടുണ്ടല്ലോ, ആ വുളൂ ഞാൻ എടുക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുക, പല്ല് ബ്രഷ് ചെയ്യുക. നമ്മളൊക്കെ 2 സമയം ബ്രഷ് ചെയ്യുന്ന ആളുകളാണ്. അത് ഈ ഒരു നിയത്തോടു കൂടി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണല്ലോ എന്ന് മനസ്സിലാക്കി സുന്നത്തെടുക്കുക. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരിക. പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്, നിസ്കാരങ്ങൾക്ക് ശേഷം ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കും. അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു മനുഷ്യനും അത് ചെയ്യരുത്. ചില ആളുകൾക്ക് അത് ഇരുത്തിരിക്കാൻ കഴിയില്ല, ബാക്ക് പെയിൻ ഉണ്ടാകും, ഡിസ്ക് ഉണ്ടാകും, അതുണ്ടാവും. അവരെ കുറിച്ചല്ല പറയുന്നത്. സാധാരണഗതിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു സഫിൽ ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ നിന്ന് മാറരുത്. സലാം വീട്ടിയാൽ അവിടെ തന്നെ ഇരുന്നോളണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഗ്രിബ് സുബ്ഹ് നിസ്കാരങ്ങൾ. മഗ്രിബ് സുബ്ഹ് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രധാനമായിട്ടും ആ സ്ഥലത്ത് നിന്ന് മാറാനേ പാടില്ല. ബാക്കി നിസ്കാരങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇമാം സലാം വീട്ടിയാൽ ഉടൻ തന്നെ വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കും. എന്നാൽ മഗ്രിബ് സുബ്ഹ് നിസ്കാരത്തിന് ഇമാം ചെരിഞ്ഞിരിക്കില്ല. എപ്പോഴിരിക്കുക? കുറച്ച് കഴിഞ്ഞിട്ടാണ്. 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ ആര് ചൊല്ലും? ഇമാം ചൊല്ലും. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷമേ എല്ലാ ഇമാമുമാരും തിരിഞ്ഞിരിക്കൂടാ. ആ ദിക്റിന്റെ മഹത്വം കൊണ്ടാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് കട്ടായി പോവാണ്. മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ശേഷം 10 പ്രാവശ്യം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ദിക്ർ, ആ ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ 480 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് എന്നുള്ളതാണ്. എത്ര അടിമകൾ? 480 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം.
ഒരടിമയെ മോചിപ്പിച്ചാൽ തന്നെ നരകത്തിൽ നിന്ന് കാവലുണ്ട് എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം കണ്ടിരുന്ന സ്വഭാവം അടിമകളെ മോചിപ്പിക്കലായിരുന്നു. ഒരൊറ്റ ദിവസം ഒരൊറ്റ മഗ്‌രിബിന് ആ സ്ഥലത്ത് നിന്ന് 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുന്നതോടുകൂടി 450 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലാണ്. ആലോചിച്ച് നോക്കണം. അങ്ങനെ ആവിഷ്കാരത്തുള്ള മഗ്‌രിബിനും ഇശാഇനും ജീവിപ്പിച്ചാൽ എത്രത്തോളം പ്രതിഫലം കിട്ടും? അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇത്തരം സുന്നത്തുകളൊന്നും നമ്മൾ ഒഴിവാക്കിക്കൂടാ. ജീവിതത്തിൽ പകർത്തേണ്ട സുന്നത്തുകളാണ് ഈ പറയുന്ന സുന്നത്തുകൾ മുഴുവൻ. ഇങ്ങനെ ധാരാളം സുന്നത്തുണ്ട്. പള്ളിയിൽ കയറുന്ന സമയത്ത് വലത് കാല് വെച്ച് കയറുക, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങുക, വീട്ടിൽ കയറുമ്പോഴും ഇതുപോലെ വലത് കാല് വെച്ച് കയറുക, സലാം പറയുന്ന സമയത്ത് മുഖത്ത് നോക്കുക, അത് വലിയൊരു സുന്നത്താണ്. നമ്മൾ സലാം കൊടുക്കും കയ്യിക്ക് നോക്കിയിട്ട്, അത് പാടില്ല. അത്തബസ്സുമു ലിവജ്ഹി അഖീക, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. സലാം പറയുന്ന സമയത്ത് നമ്മൾക്ക് പറ്റുന്നൊരു പ്രശ്നമാണ്, നമ്മളിങ്ങനെ കൊടുത്താൽ ഇങ്ങനെ കുലിക്കും. ഈ തല കുനിക്കിൻ്റെ അർത്ഥം എന്താ? സലാം പറയുന്ന പറഞ്ഞത് കേൾക്കണം ഒരു മനുഷ്യൻ, അസ്സലാമു അലൈക്കും, അങ്ങനെ സലാം കൊടുക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയും. എന്താ കാര്യം? അയാളെങ്കിലും കേൾക്കണ്ടേ നമ്മൾ കൊടുക്കുമ്പോൾ. അപ്പം സലാം കൊടുക്കുന്ന സമയത്ത് കൈ കൊടുക്കുക, ആ കൈ ചേർത്ത് പിടിക്കുക, ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണല്ലോ. അതോടുകൂടെ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് സലാം പറയാൻ പറ്റണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോഴാണ് അതിന് പ്രതിഫലം കിട്ടുന്നത്. അപ്പോഴാണ് അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കണോ, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? സലാം പറയണം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഈ രൂപത്തിൽ സലാം പറയുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയില്ലാത്ത സലാമായി പോകും.